നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ADHD എന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ സൈക്കാട്രി വിഭാഗം സീനിയർ കൺസൾട്ടന്റും ജില്ലാ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസറുമായിട്ടുള്ള ഡോക്ടർ സാഗർ ടി തേവലപ്പുറമാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, എന്താണ് ഈ ADHD എന്ന് പറയുന്നത്? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിൽ വരുന്നത്? ADHD എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ആ ഒരു രോഗാവസ്ഥയുടെ പൂർണ്ണമായ പേര് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ്. ഇത് സാധാരണഗതിയിൽ കുട്ടികളിലാണ് കാണുന്നത്. എങ്കിലും ഒരു 15% വരുന്ന കുട്ടികളിൽ ഇത് ഉള്ള കുട്ടികളിൽ അത് മുതിർന്നവരാകുമ്പോഴും ഇത് നിലനിൽക്കുന്നത് കാണാറുണ്ട്. എന്നാൽ 40 മുതൽ 60% വരുന്ന ആളുകൾ ഇപ്രകാരം അഡൽട്ട് ADHD എന്ന അവസ്ഥയിലേക്ക് കാണാറുണ്ട്. സാധാരണഗതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ 3 ഒന്ന് അറ്റൻഷൻ ഡെഫിസിറ്റാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഒരു കാര്യത്തിലും ഏകാഗ്രതയോടുകൂടി ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രിഡോമിനൻ്റായിട്ട് കുട്ടികളിലൊക്കെ കാണുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയും. ഹൈപ്പർ ആക്ടിവിറ്റി സ്റ്റേറ്റ്, അധികമായ ചലനങ്ങൾ, ഓടി നടക്കുന്നൊരവസ്ഥ, പിരിവിരിപ്പെന്നൊക്കെ പറയും. അപ്പോൾ അതാണ് രണ്ടാമത്തെ അവസ്ഥ. മറ്റൊന്ന് ഇമ്പൾസിവിറ്റിയാണ്, എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രവണത. തീർച്ചയായും ഈ 3 തലങ്ങളിലാണ് ഇതിൻ്റെ സിംറ്റംസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. മുതിർന്നവരിലേക്ക് നമ്മൾ പോകുമ്പോൾ 3 തരത്തിലാണ് സത്യത്തിൽ ഇത് കാണുന്നത്. ഏറ്റവും കൂടുതൽ മുതിർന്നവർ കാണുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്നറ്റൻറ്റീവ് ടൈപ്പാണ്. അറ്റൻഷൻ കൊടുക്കുന്നതിനുള്ള പ്രയാസം നേരിടുന്ന ആ ഒരു വിഭാഗമാണ് കൂടുതൽ മുതിർന്നവരിൽ കാണുന്നത്. അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി ഏതാണ്ട് 21% പേരിൽ കാണുന്നു എന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇത് രണ്ടും കമ്പൈൻ ചെയ്തു വരുന്ന അവസ്ഥയുണ്ട്. ഒരു മിക്സ്ഡ് സ്റ്റേറ്റ് ഉണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി ടൈപ്പും അതിൻ്റെ ലക്ഷണങ്ങളും അതുപോലെ ഇന്നറ്റൻറ്റീവ് സ്റ്റേറ്റിൻ്റെ ലക്ഷണങ്ങളും കാണുന്ന കമ്പൈൻ ടൈപ്പും മുതിർന്നവരിൽ കാണാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാണുന്ന പ്രയാസമെന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നത് മൂലം പല കാര്യങ്ങളും ഏകാഗ്രതയോടുകൂടി നോക്കിക്കാണുന്നതിനോ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനോ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധയോടുകൂടി കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി പ്ലാനിങ്ങോടുകൂടി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് നടപ്പിലാക്കുന്നതിനുള്ള പ്രയാസം നേരിടുന്നു. പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. ഇതുമൂലം ആ വ്യക്തിയുടെ ഒരുപക്ഷെ പഠന കാര്യങ്ങളിൽ അതുപോലെ ജോലി കാര്യങ്ങളിൽ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒക്കെയും വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ കാരണം ആകുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരൊരു പക്ഷേ അത് കേൾക്കും, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യില്ല, അത് നടപ്പിലാക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പലപ്പോഴും കഴിയാതെ വരുന്നു. അവരുടെ കുഴപ്പമല്ല, ആക്ച്വലി അവരുടെ ആ ഒരു ഇന്നറ്റൻഷൻ്റെ പ്രശ്നമാണ്. എന്താണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവരത് കേൾക്കുന്നുണ്ടാവും, പക്ഷേ അത് മതിയായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത മൂലം അവർക്കൊരു പക്ഷേ അസൈൻ ചെയ്ത് കൊടുത്ത കാര്യം പിന്നെ ഓർക്കാൻ പറ്റാതെ വരിക, അതുപോലെ തന്നെ ആ ഒരു കാര്യം നിർവഹിക്കാൻ പറ്റാതെ വരിക, പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റാതെ വരിക. ഇതുമൂലം ഉണ്ടാകുന്ന പലപ്പോഴും ജീവിതത്തിലെ പരാജയങ്ങൾ അത് പിന്നീട് ഒരുപക്ഷെ അവർക്ക് ഉത്കണ്ഠയിലേക്കും വിഷാദ രോഗാവസ്ഥയിലേക്കുമൊക്കെ വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ മുതിർന്നവരിൽ കാണുമ്പോൾ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ആൻസൈറ്റി സ്റ്റേറ്റ്, ഉത്കണ്ഠാവസ്ഥ അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗം. ആൻസൈറ്റി ഡിസോർഡേഴ്സായിട്ട് തന്നെ ഒരുപക്ഷെ ഇത് പരിവർത്തനം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊന്നാണ് വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് നമ്മൾ സാധാരണ പറയും, വിഷാദ രോഗം. മറ്റൊന്ന് ഇതിനോടനുബന്ധിച്ച് കാണാൻ സാധ്യതയുള്ളതാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്. ഒരുപക്ഷെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറുള്ള വ്യക്തികൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറും കാണാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം സംബന്ധിച്ച പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഇതിനോടനുബന്ധിച്ച് കാണാൻ സാധ്യതയുണ്ട്. തീർച്ചയായും വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മാനേജ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ രോഗാവസ്ഥയുള്ള ചിലരെങ്കിലും മൂഡ് ഡിസോർഡർ എന്ന അവസ്ഥയിലേക്ക് പരിവർത്തനം മാറാൻ സാധ്യതയുണ്ട്. തീർച്ചയായും
വേണ്ടത്ര പ്രാധാന്യം മുതിർന്നവരിൽ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വ്യാപകമായ ബോധവൽക്കരണം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ തന്നെ ചികിത്സാ സംവിധാനങ്ങൾ ജില്ലാ മാനസികാരോഗ്യ പരിപാടി കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പിലാക്കി വരുന്നു. ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന പ്രതിമാസ ക്ലിനിക്കുകളുണ്ട്. ഇതിൻ്റെ ഭാഗമായി സൗജന്യമായ രോഗപരിശോധനയും രോഗനിർണയവും ചികിത്സയും ക്ലിനിക്കൽ സൈക്കോളജിൻ്റെ സേവനം ഉൾപ്പെടെ നൽകുന്ന ഒരു സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. ഒരു വികേന്ദ്രീകൃത മാനസികാരോഗ്യ സേവന പരിപാടിയാണ് ജില്ലാ മാനസികാരോഗ്യ പരിപാടി. കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. തൊട്ടടുത്തുള്ള സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതുപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രി, തിരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് ആശുപത്രി, ഇവിടെയൊക്കെയാണ് ഈ ക്ലിനിക്കുകൾ നടക്കുന്നത്. ഇത് കൂടാതെ കേരളത്തിലെ 3 ഗവൺമെൻറ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാ ജില്ലാ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം ലഭ്യമായ താലൂക്ക് ആശുപത്രികളിലും ഇത്തരം രോഗാവസ്ഥകൾ നേരത്തെ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനുള്ള സൗജന്യമായ സേവനം ലഭ്യമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ സ്വകാര്യ മേഖലയിലും സൈക്യാട്രിസ്റ്റുമാരുടെ നേതൃത്വത്തിൽ പ്രകാരമുള്ള ഇതിനുള്ള ചികിത്സ ലഭ്യമാണ്. കൂടാതെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇടപെടുകയാണ്. ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷകർ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ബിന്ദുവാണ്. ബിന്ദു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം ബിന്ദു. എന്റെ മോളുടെ കുട്ടീന്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. കുട്ടിക്ക് 2.5 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ പ്രസവിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ കാലിട്ടടിക്കലും നമുക്കൊരു വ്യത്യാസമായിട്ട് തോന്നുന്ന ഒരു രീതിയിലായിരുന്നു പെരുമാറ്റം. ഇപ്പൊ അത് കൂടി വരുന്നുണ്ട്. ഒരു സമയം അടങ്ങിയിരിക്കില്ല, അവിടെ കയറി ഇവിടെ കയറി ഒക്കെ ചാടി കളിക്കുമായിരുന്നു. അപ്പൊ ഞാനിതിങ്ങനെ വായിച്ചിട്ടൊക്കെ ഉള്ള അറിവ് വെച്ചിട്ട് ഞാനിങ്ങനെ പറയായിരുന്നു, ഇതിനെ ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്ന് തോന്നുന്നു എന്ന് പറയായിരുന്നു. അപ്പൊ ഈ കുഞ്ഞു കുട്ടി, ഞങ്ങൾ അവളെ കാണിക്കുന്ന ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോഴേ അതൊന്നും പറയാനായിട്ടില്ല എന്ന്. അപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് കേട്ട സമയത്ത് ഒരു സംശയം ഡോക്ടറോട്, അത് അങ്ങനെയാണോ, ആണെങ്കിൽ അതിനെന്താ പ്രതിവിധി? ഞാൻ ഈ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ ഇത് കേട്ടത് പരിപാടി. അപ്പൊ അതിന്റെ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. കുട്ടികളെ പറയുന്ന കുഞ്ഞ് ഒരു കുട്ടിയേ ഉള്ളൂ? ഫസ്റ്റത്തെ കുട്ടിയാ. ഒരു കുട്ടിയുള്ളൂ. ആ കുഞ്ഞിൻ്റെ ശരിക്കും വളർച്ചയും വികാസവും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് നമുക്ക് ആ കുട്ടിയുമായിട്ട് ഇടപഴകാൻ മറ്റുള്ള കുട്ടികളുണ്ടാവുക, അല്ലെങ്കിൽ മറ്റുള്ള മുതിർന്ന ആളുകൾ ആ കുട്ടിയായിട്ട് വർത്തമാനം പറയാനും കളിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ കുട്ടിയെ നമുക്ക് നിരീക്ഷിക്കണം. ഏതാണ്ട് 4 വയസ്സ് വരെയും നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഒരു 3.5 വയസ്സെങ്കിലും ഒക്കെ സാധാരണ ഞങ്ങൾ കാണുന്നത് ഒരു 3.5 വയസ്സ് 4 വയസ്സ് ആ സമയത്തൊക്കെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു അവസ്ഥ നമുക്ക് പൂർണ്ണമായും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംഗതി. ഈ 2.5 വയസ്സിൽ വളരെ കുറവാണ്. കേട്ടില്ല? ഉറക്കം വളരെ കുറവാണ് കുട്ടിക്ക്. ഉറക്കം കുറവാണല്ലേ? ഇങ്ങനെ എണീറ്റിരിക്കുക, കുറച്ച് എണീറ്റിരുന്ന് കളിക്കണം എന്നുള്ള ചിന്ത. പകൽ സമയം ഉറങ്ങുന്നുണ്ടാവും കുഞ്ഞുങ്ങൾക്ക്? വളരെ കുറവാണ്. ആണോ? എന്തായാലും കുഞ്ഞിനെ തൊട്ടടുത്ത ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ മാനസികാരോഗ്യ സേവനം ലഭ്യമാകുന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുപോകണം. കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ഉണ്ടാവണം. അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് അതുവഴി നമുക്ക് ഒരു ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് എൻ്റെ അടുത്താണ് കുട്ടി ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ മുലകുടി തീരെ ഉണ്ടായിട്ട് കുട്ടി കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. മുലകുടി ഒന്നും കുടിച്ചിട്ടില്ല തീരെ. പ്രസവിച്ചാരെ കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. ഏതായാലും നമുക്ക് ADHD ഇപ്പം നമ്മൾ ലേബൽ ചെയ്യണ്ട, അതിനുള്ള സമയം ആയിട്ടില്ല. എന്തായാലും കുഞ്ഞിനെ നമുക്കൊന്ന് വിലയിരുത്താം. കുഞ്ഞിൻ്റെ വളർച്ചയും വികാസവും ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള ചില വിലയിരുത്തിയതിന് ശേഷം ചില നിർദ്ദേശങ്ങളൊക്കെ നൽകും. അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ ഇതിൽ പല കാര്യങ്ങളും നമുക്ക് നേരെ മാനേജ് ചെയ്യാൻ പറ്റും. മരുന്നിൻ്റെ സഹായം ഇല്ലാതെ തന്നെ മിക്കവാറും മാനേജ് ചെയ്യാൻ പറ്റിയേക്കും. 4 വയസ്സൊക്കെ തികഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ വേണ്ട കേസുകൾ നമുക്ക് മരുന്ന് കൊടുത്ത് ശാന്തത കൈവരിക്കാൻ സാധിക്കും. ഏകാഗ്രത വർദ്ധിപ്പിക്കാം. ഈ പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റി നമുക്ക് നിയന്ത്രണ വിധേയമാക്കാം. മറ്റേതൊരു കുട്ടിയെയും പോലെ വളരെ നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇവരെ നമുക്ക് എത്തിക്കാൻ നമുക്ക് ചികിത്സ വഴി യഥാസമയം ചെയ്യുന്ന ചികിത്സ വഴി സാധിക്കും. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, നിരാശപ്പെടേണ്ട. ഓക്കെ, ബൈ. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഈ ആർക്കൊക്കെയാണ് ഈ അസുഖം വരാൻ സാധ്യത കൂടുതലുള്ളത്? കുട്ടികളിൽ നിന്നാണോ, മുതിർന്നവരാണിത്? പ്രായഭേദമന്യേ വരുന്ന ഒരു കാര്യമാണല്ലോ ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്കാണെങ്കിൽ ഈ ADHD ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പം എടുത്തുചാട്ടം, ശ്രദ്ധക്കുറവ്, പിരിവിരുപ്പ്, ഇതൊക്കെയാണോ കുട്ടികളിൽ വരുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയിരിക്കില്ല, അവർ സ്വസ്ഥമായിരിക്കില്ല.
ഒരിടത്ത് എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കില്ല, റെസ്റ്റ്ലെസ് ആയിരിക്കും, അവർ ഓടിച്ചാടി നടക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുഞ്ഞ് വീട്ടിലുണ്ടെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഈ കുട്ടിയെ കൊണ്ട് എവിടെയും പോകാൻ കഴിയില്ല. ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ചടങ്ങുകൾക്ക് പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞിങ്ങനെ ഓടി നടക്കുകയും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും എപ്പോഴും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്നവരുടെയൊക്കെ സാന്നിധ്യം ഈ കുട്ടികൾ. മറ്റൊന്ന് അപകടങ്ങളാണ്. കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ വലിഞ്ഞു കയറാൻ സാധ്യതയുണ്ട്, മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള സംഗതികൾ മറ്റുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ ഉപദ്രവം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ശ്രദ്ധ കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. മറ്റൊന്നാണ് ഇമ്പൾസിവിറ്റി. അപ്പോൾ അതാണ് എടുത്തുചാടിയുള്ള ചില പെരുമാറ്റവും സ്വഭാവ രീതികളൊക്കെയാണ് ഈ കുട്ടികൾക്ക്. മറ്റൊന്ന് ഇന്നറ്റൻഷനാണ്. ശ്രദ്ധിക്കത്തില്ല, പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു. സ്കൂളിൽ പോവുകയാണെങ്കിൽ ആ കുഞ്ഞിന് ശ്രദ്ധ മറ്റുള്ള കുട്ടികളെ പോലെ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അവർ പഠനത്തിൽ പിന്നോക്കമാവും. അപ്പോൾ അതുകൊണ്ട് ഫെയിലിയറുണ്ട്. അപ്പോൾ എക്സാംസിലൊക്കെ ഫെയിൽ ചെയ്യും. സാധാരണഗതിയിൽ ആ കുട്ടിയുടെ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ അവർക്കുള്ള ഗ്രേഡൊന്നും കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ പഠനത്തിൽ പിന്നോക്കാവസ്ഥയാവുന്നതിന് ഇതൊരു കാരണമായി മാറാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പർ ആക്ടിവിറ്റി പ്രധാന ലക്ഷണമായിട്ട് കാണാം. പിന്നെ ശ്രദ്ധ കുറയുന്ന ഇന്നറ്റൻഷൻ എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പോൾ ഇമ്പൾസീവായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവാം, ഇന്നറ്റൻഷൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവാം, അതൊരു ഹൈപ്പർ ആക്ടിവിറ്റിയുടെ അവസ്ഥ ഉണ്ടാവാം. കുട്ടികൾ നമ്മളിത് ഇത്തരത്തിലാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും മുതിർന്നവരിലേക്കും ഈ ഒരു 3 ലക്ഷണങ്ങളും പിന്നെ തുടർന്ന് പോകുന്നൊരവസ്ഥ ഈ കുഞ്ഞുങ്ങളിൽ ഈ ADHD ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ഒരു 15% പേരും മുതിർന്നവരാകുമ്പോൾ അവർക്ക് ഈ ലക്ഷണങ്ങൾ തുടർന്ന് നിൽക്കും. അതും നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും തുടർച്ചയായ ഒരു നിരീക്ഷണവും വിലയിരുത്തലും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. യഥാസമയത്തിലുള്ള ഇടപെടൽ. ഒരുപക്ഷേ ഔഷധ ചികിത്സ വേണമെങ്കിൽ നമുക്ക് യഥാസമയം നൽകിക്കൊണ്ട് അവരുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കാം, അറ്റൻഷൻ ഒരു എബിലിറ്റി വർദ്ധിപ്പിക്കാം, ഇമ്പൾസിവിറ്റി കുറയ്ക്കാം, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാം. വളരെ പാർശ്വഫലങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ള ചികിത്സ നമുക്കിന്ന് ലഭ്യമാണ്. പലപ്പോഴും ഈ മരുന്നുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് കുട്ടികൾക്ക് ഈ ചികിത്സ യഥാസമയം ലഭിക്കുന്നതിനുള്ള തടസ്സം. പലപ്പോഴും നമ്മുടെ വരുന്ന മാതാപിതാക്കൾ അവിടെ നമ്മുടെ ഈ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അതാണ് എൻ്റെ ഒരു അനുഗ്രഹം. ഒരു കാലത്ത് ഇതിൻ്റെ ഫലപ്രദമായ ചികിത്സയ്ക്കുള്ള ഔഷധങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമല്ലായിരുന്നു. അപ്പോൾ സ്റ്റിമുലൻ്റ് ഡ്രഗ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം മിഥൈൽഫെനൈറ്റ് ഉൾപ്പെടെയുള്ള ആംഫെറ്റമിൻ പോലെയുള്ള സ്റ്റിമുലൻ്റ് ഡ്രഗ്സ് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അറ്റമോക്സിറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മരുന്നുണ്ട്. അത് നോൺ സ്റ്റിമുലൻ്റ് കാറ്റഗറി വരുന്നതാണ്. ഈ മരുന്നുകളൊക്കെ തന്നെ കുട്ടിയുടെ പ്രായവും കുട്ടിയുടെ ഭാരവും ഒക്കെ നോക്കി നമുക്കൊരു കണക്കുകൂട്ടലുണ്ട്. അതിന് നിശ്ചിത ഡോസ് കൊടുക്കണം. ഒരു 4 വയസ്സ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഥൈൽഫെനൈറ്റ് പോലുള്ള സ്റ്റിമുലൻ്റ് ഡ്രഗ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒരു 6 വയസ്സെങ്കിലും ആയാലാണ് സാധാരണ ഞങ്ങൾ അറ്റമോക്സിറ്റിൻ ഗുളിക കൊടുക്കുന്നത്. തീർച്ചയായും ഇതിനോടൊപ്പം തന്നെ നമുക്ക് മനഃശാസ്ത്രപരമായ ഇടപെടൽ നമുക്ക് നടത്താൻ സാധിക്കും. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ഇടപെടൽ തീർച്ചയായും ഫലം ചെയ്യുന്നതാണ്. അപ്പം ഔഷധ ചികിത്സയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഇടപെടലും ഇൻ്റർവെൻഷൻസും സൈക്കോളജിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷൻസും ഉണ്ടെങ്കിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ചികിത്സ ചെയ്യുവാനും ഈ ഇത്തരം കുട്ടികളെ ഒരു മോചനത്തിൻ്റെ അവസ്ഥയിലേക്ക്, രോഗമോചനത്തിൻ്റെ അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ കുട്ടികൾ വരുന്ന ഈ ADHD അതിൻ്റെ രോഗലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി. അതുപോലെ ഇപ്പം മുതിർന്നവരിലേക്ക് വരികയാണെങ്കിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ സമാനമാണോ? അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, തിരിച്ചറിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ടോ? മറ്റ് സമാന പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്കിതിനെ വേർതിരിച്ചറിയാൻ സാധിക്കും? ഈ പറഞ്ഞ 3 കാര്യങ്ങളും പ്രധാനമായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, ഇനറ്റൻഷൻ ഇതൊക്കെ തന്നെ അഡൽട്ട് ആവുന്ന അവസ്ഥയിലുമുണ്ട്. എങ്കിലും കൂടുതൽ മുതിർന്നവരിൽ കാണുന്ന ADHD അത് ഇന്നറ്റൻറ്റീവ് ടൈപ്പാണ്. ഇന്നറ്റൻഷനാണ് അവിടെ കൂടുതൽ കാണുന്നത്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം അതിലാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയും കൂടുതലായിട്ട് കാണുന്ന സംഗതി. ഈ മുതിർന്നവരിൽ കാണുന്ന ഈ ഒരു സംഗതി പഠനങ്ങൾ തെളിയിക്കുന്നത് 21% പേരിലും ഇത്തരത്തിലുള്ള ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിറ്റിയും ചേർന്നുള്ള അതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷണമുള്ള ഒരു ഡിസോർഡറായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇനി ഇത് 3 ചേർന്ന ഒരവസ്ഥയുണ്ട്. അതിനകത്ത് ഇന്നറ്റൻഷനുണ്ട്, ഇന്നറ്റൻറ്റീവായിട്ടുള്ള ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഫീച്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി അതിൻ്റെയും ഫീച്ചേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഈ 3 കാര്യങ്ങളും
സംയുക്തമായിട്ട് കാണുന്ന ഒരു കമ്പൈൻഡ് ടൈപ്പ് അങ്ങനെയുള്ള കേസുകൾ നമ്മൾ മുതിർന്നവർ കാണാറുണ്ട്. തീർച്ചയായും അവരുടെ ഏത് തരമാണെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഇപ്പോൾ പ്രിഡോമിനൻ്റായിട്ട് ഇമ്പൾസീവ് ഇനറ്റൻറ്റീവ് ടൈപ്പ് ആണെങ്കിൽ അതൊരു കാറ്റഗറിയാണ്. അതുപോലെ പ്രിഡോമിനൻ്റായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി വരുന്നതാണെങ്കിൽ അത് മറ്റൊരു കാറ്റഗറിയാണ്. ഇത് കമ്പൈൻ ചെയ്ത് വരുന്ന മറ്റൊരു കാറ്റഗറിയാണ്. മുതിർന്നവരിൽ ഇത്തരം ഈ 3 വിഭാഗത്തിൽപ്പെടുന്ന ഹൈപ്പർ ആക്ടിവിറ്റിയും കാണാറുണ്ട്, ADHDയും കാണാറുണ്ട്. തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങളുള്ള ഹൈപ്പർ ആക്ടിവിറ്റി, ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങളുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ, ഇപ്പോൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക, ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അവർ ഒരുപക്ഷെ അത് ഏറ്റെങ്കിലും അവർ കൃത്യമായ രീതിയിൽ അത് ഉൾക്കൊള്ളാനും അത് നടപ്പിലാക്കിയെടുക്കാനും അവരെ ഏൽപ്പിക്കുന്ന ആ ഒരു ദൗത്യം അത് പൂർത്തീകരിക്കാനും വിജയകരമായി പൂർത്തീകരിക്കാനുമുള്ള വിഷമതകൾ അവർ നേരിടുന്നു. അതുപോലെ തന്നെ ഏറ്റെടുത്തിട്ടുള്ള കാര്യം പൂർത്തീകരിക്കാൻ പറ്റാതെ വരുന്നു. ഈ ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിൽ, പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ, എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെയും പ്രയാസം നേരിടുന്നു. അത് നമ്മൾ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട്, സ്വഭാവ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായും തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പോലെയുള്ള ഭാഗത്ത് വരുന്ന ചില തകരാറുകളാണ് ഇതിന് നിദാനമായി വരുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ പാരമ്പര്യ ഘടകങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാരമ്പര്യ ഘടകങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ചുറ്റുപാടുകൾക്കൊരു പ്രാധാന്യമുണ്ട്. അമ്മേൻ്റെ ഇതിലൊരു ഇതിലേക്ക് വഴിതെളിക്കുന്ന അതിന് ഒരു പങ്കുണ്ട്. അങ്ങനെ ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ADHD കണ്ടെത്തി യഥാസമയം ചികിത്സ നൽകിക്കഴിഞ്ഞാൽ അത് അഡൽട്ട് ADHDയിലേക്ക് മാറത്തില്ല. അല്ലെങ്കിൽ ആ കുട്ടി മുതിർന്ന ആളാവുമ്പോൾ ആ ADHD പ്രകടമാകാതിരിക്കും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമുക്ക് ഇതിലോട്ട് തിരിച്ചു വരാം. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. ADHD ലക്ഷണം കണ്ടിട്ട് തീരുമാനിക്കുന്നതാണോ അല്ല അതിന് കൃത്യമായ സയന്റിഫിക് ആയിട്ടുള്ള ഡയഗ്നോസിസ് ഉണ്ടോ? അത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാർ. പിന്നെ നമുക്ക് കുറേ റേറ്റിംഗ് സ്കെയിൽസൊക്കെ ഉണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ലിനീഷ്യൻസിന്, സയൻറ്റിസ്റ്റിന്, അതുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽസിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന, പരിശീലനം ലഭിച്ചവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന റേറ്റിംഗ് സ്കെയിൽസ് ലഭ്യമാണ്. അതുപോലെ തന്നെ സെൽഫായിട്ട് റേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കെയിൽസും ലഭ്യമാണ്. ADHD ഉണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള സെൽഫ് റേറ്റിംഗ് സ്കെയിൽസും നമുക്ക് ലഭ്യമാണ്. ഒരു ക്ലിനിഷ്യൻ വെറുതെ നമുക്ക് അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പാടില്ല. ശാസ്ത്രീയമായ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ വ്യക്തിയുടെ ഹിസ്റ്ററി, ആ വ്യക്തിയുടെ ചൈൽഡ്ഹുഡ് മുതൽ കൗമാരകാലം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം, മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ മാതാപിതാക്കളുമായിട്ട് കെയർ ഗിവറുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വളരെ സമഗ്രമായ രീതിയിലുള്ള ഒരു ഹിസ്റ്ററി ടേക്കിങ്ങും പിന്നെ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ ഉണ്ട്, മെൻ്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷനുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് അപഗ്രഥനത്തിലൂടെ വിശകലനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ADHD ഉണ്ടെന്ന് നമുക്ക് സംശയലേശമെന്നെ രോഗനിർണയം നടത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ രോഗനിർണയം നടത്തിയാൽ ആ വ്യക്തിക്ക് യഥാസമയം ശരിയായ ശാസ്ത്രീയമായ ചികിത്സയും കൂടെ നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആ വ്യക്തിയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ രോഗം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് കോംപ്ലിക്കേഷൻസ്, ആ വ്യക്തിയുടെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ ഒക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഏതൊരു വ്യക്തിയെയും പോലെ സാധാരണ ഒരു ജീവിതം തുടരാനും ജീവിതത്തിൽ എവിടെയൊക്കെയാണോ അദ്ദേഹം എത്തിപ്പെടേണ്ടിരുന്നത് അവിടെ എത്തിച്ചേരുന്നതിന് ഉള്ള തടസ്സങ്ങൾ മാറുകയും ചെയ്യും. തീർച്ചയായും യഥാസമയം ചികിത്സ നൽകുക, ഡയഗ്നോസ് ചെയ്യുക, ചികിത്സ നൽകേണ്ടതാണെങ്കിൽ ഔഷധ ചികിത്സ നൽകുക, ക്ലിനിക്കൽ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് നൽകുക. എങ്ങനെയാണെങ്കിലും ഒരു ഇടപെടൽ യഥാസമയം നൽകുകയാണെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന അവസ്ഥയെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും, മറികടക്കുവാൻ കഴിയും. അതിനെ നമുക്ക് ഇഫക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും. ADHD എന്ന വിഷയത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് ഒരു പ്രേക്ഷകർ ചേരുന്നുണ്ട്, രാധയാണ് ചേരുന്നത്. രാധ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം രാധ. നമസ്കാരം ഡോക്ടർ. എൻ്റെ കൊച്ചുമോൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നത്. 18 വയസ്സായിട്ടുണ്ട് ആളിന്. പഠിക്കാനൊക്കെ 18 വയസ്സ്. കേൾക്കാം, പറഞ്ഞു. അത് പിന്നെ പഠിക്കാനങ്ങ് വലിയ മടിയാ. അപ്പൊ ഏതിനെ കൊണ്ട് ചേർത്താലും ചേർന്ന കുറച്ച് കഴിയുന്നതിനെ പറയും എനിക്ക് ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് ചേർത്തതാ. പിന്നെ
പഠിക്കാൻ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഞാൻ ചെയ്യത്തില്ല എന്നും പറഞ്ഞൊക്കെ അങ്ങ് എപ്പോഴും അങ്ങ് ഉഴപ്പാ. കറങ്ങി കറങ്ങി അങ്ങ് നടക്കണം ആളിന്. പിന്നെ ചില സമയത്ത് വീട്ടിൽ കിടന്ന് അങ്ങ് വലിയ ബഹളം ഉണ്ടാക്കും. എവിടെയെങ്കിലും കാണിച്ചോ? ഇപ്പോഴൊന്നും കാണിച്ചില്ല. നേരത്തെ കുറച്ച് 5-6 വർഷം മുൻപ് കൊണ്ട് കാണിച്ചായിരുന്നു. കാണിച്ചതിന് ഡോക്ടറൊക്കെ നോക്കിയിട്ട് ചില മരുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എന്നെ പറഞ്ഞ് അവര് പറയുന്നത് മരുന്ന് കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇയാള് എനിക്ക് അസുഖമൊന്നും ഇല്ലാതെ മരുന്ന് കഴിക്കാൻ കൊണ്ട് നടക്കുന്ന എന്തിനാന്നും പറഞ്ഞ് കഴിക്കത്തില്ല. അത് എനിക്ക് ഒരു അസുഖവും ഇല്ലാത്ത എന്നെ മരുന്ന് കഴിക്കാൻ എന്തിനാ കൊണ്ട് നടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ മരുന്നങ്ങ് കഴിക്കാതായി. ഇത് ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് രാധ? ഓച്ചിറ. ഓക്കെ. അവിടെ ഓച്ചിറയിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൊല്ലം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ക്ലിനിക്കുണ്ട്, എല്ലാ മാസവും ഉണ്ട്. അപ്പോൾ ഓച്ചിറ അവിടെ ആശുപത്രി പോകണം, ഗവൺമെൻറ് ആശുപത്രി പോകണം. അവിടെ ചികിത്സ സൗജന്യമായിട്ട് ലഭിക്കും. അവിടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ കൗൺസിലേഴ്സിൻ്റെയും സേവനം ഉണ്ടാകും, സൈക്യാട്രിസ്റ്റിൻ്റെയും സേവനം ലഭിക്കും. പിന്നെ മോനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള മുതിർന്ന ആളുകൾ, കുടുംബത്തിലെ മുതിർന്ന ആളുകൾ സ്നേഹത്തോടു കൂടി സംസാരിച്ച് ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നോക്കണം. പിന്നെ പുതിയ നിയമം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട്. നമുക്ക് പോലീസിൻ്റെ സഹായം തേടാം. നിർബന്ധ ബുദ്ധിയോടെ വീട്ടിൽ ചികിത്സയ്ക്ക് സഹകരിക്കാതിരിക്കുന്നവരെ പോലീസിൻ്റെ സഹായത്തോടു കൂടി ഈ ചികിത്സ എവിടെയാണോ ലഭിക്കുന്നത് അവിടെ എത്തിക്കാനുള്ള അവർ പേടിപ്പിക്കാനല്ല, അനുനയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള അത്തരത്തിലുള്ള സേവനം നൽകുവാൻ പോലീസിന് അതിനുള്ള അധികാരം നൽകുന്ന ഒരു നിയമം നമുക്ക് നാട്ടിൽ നിന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പോലീസിൻ്റെ സഹായം തേടുകയാണെങ്കിൽ അതൊരു ഇത് വഴിയാണ്. പിന്നെ കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട് കളക്ട്രേറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവരും ഇത്തരത്തിലുള്ള അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ വകുപ്പിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കും. അപ്പോൾ തീർച്ചയായും ഈ കുഞ്ഞിനെ തീർച്ചയായും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. കാരണം അയാളുടെ നല്ല സമയങ്ങളല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു പോകും. ശരിയായ തീരുമാനങ്ങൾ യഥാസമയം എടുക്കാൻ പറ്റാതെ വരികയും ഇതുപോലെ നേരത്തെ അമ്മ പറഞ്ഞോണം അങ്ങനെ ഉഴപ്പി ജീവിതം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഒഴിവാക്കാൻ പരിശ്രമിക്കണം. ഓക്കെ. മരുന്ന് കൊടുക്കുന്നതിന് കുട്ടിക്ക് പലപ്പോഴും, കുട്ടി മാത്രമല്ല നമ്മുടെ നാട്ടിൽ പലർക്കും ഈ മാനസിക ചികിത്സയ്ക്കുള്ള മരുന്ന് കഴിക്കാൻ വലിയ വിസമ്മതമാണ്, മനസ്സില്ല. ചെറിയ ഡോസിലൊക്കെ ഉള്ള ചെറിയ ചില മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ ആളുകൾ എന്ത് ചെയ്യും, യഥാസമയം ചികിത്സ കൊടുക്കാതെ പല കാരണങ്ങളാൽ അങ്ങനെ താമസം വരുത്തുന്നത് മൂലം നല്ല സമയങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ അവസ്ഥ ഗുരുതരമായ അവസ്ഥയിലേക്കും മറ്റ് പല സങ്കീർണതകളിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും മോനെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകണം. അതൊരു രോഗിയാണെന്ന് മുദ്ര കുത്താനോ ഒന്നുമല്ല, ജീവിതകാലം മുഴുക്ക ചികിത്സ ചെയ്യണമെന്നൊന്നുമില്ല. ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകണം. ചികിത്സയാണെന്ന് എന്താണോ ഇൻ്റർവെൻഷൻ എന്താണോ വേണ്ടത് അയാൾക്ക് വേണ്ടത് നമുക്കിപ്പോൾ ഫോണിൽ കൂടെ അറിയാൻ പറ്റില്ല എന്താണ് അയാളുടെ പ്രശ്നമെന്നുള്ള കാര്യം. എന്തായാലും ഇതിനുള്ള സൗജന്യ ചികിത്സകൾ നമ്മുടെ അടുത്ത ആശുപത്രിയിൽ ലഭ്യമാണമ്മ. ഓക്കെ. മാനസികാരോഗ്യ കേന്ദ്രമോ ഇവിടെ? നമ്മുടെ ഓച്ചിറയിൽ ആശുപത്രി ഉണ്ട്, നമ്മുടെ സർക്കാർ ആശുപത്രി. അവിടെ കൊല്ലത്തു നിന്നും ഒരു ടീം വരും, ഡോക്ടർ സൈക്യാട്രിസ്റ്റും ഒക്കെ എത്തും അവിടെ. അമ്മ ഇന്ന് തന്നെ ഒന്ന് അന്വേഷിക്കണം കേട്ടോ. അപ്പം അവരെ കണ്ടാൽ മതി, അപ്പം വേറെ ദൂരെ എങ്ങും പോകണ്ട. ശരി, ഓക്കെ. എല്ലാ ജില്ലകളിലും ഉണ്ട് ഈ സംവിധാനം. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന് ഈ ADHD എന്ന അസുഖത്തിന് പരിഹാരം എന്താണ്? ഇപ്പോൾ ഡോക്ടറെ കാണാൻ മടി കാണിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ ഇടയിലുള്ള പലർക്കുമുണ്ട്. മടി കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മരുന്ന് കൂടാതെ പരിഹരിക്കാനാകുമോ ഈ അസുഖം? പരിഹാരമുണ്ട്, പരിഹാരമില്ലാത്ത പ്രശ്നമില്ല. ADHD അതുപോലെ തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഇതുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ പറ്റില്ല. അവരുടെ പ്രശ്നങ്ങൾ എത്രത്തോളം ഗുരുതരമാണ്, അവർ കാരണം മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അവരുടെ ഭാവിയെ ഇത് എത്രത്തിൽ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് സമയത്ത് യഥാസമയം അങ്ങനെ ചിന്തിക്കാനും വേണ്ട ഒരു നടപടിയെടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. പല കാരണങ്ങളാലാണ്. ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകുന്നതുകൊണ്ട് അതൊരു പേരുദോഷമാണെന്ന് ആൾക്കാർ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നു, അല്ലെങ്കിൽ മാനസികമായ ചികിത്സ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ അതിന് ആൾക്കാർക്ക് ഇന്നും മടിയാണ്. ആ ഒരു സ്റ്റിഗ്മ സമൂഹത്തിലുണ്ട്.
അത് നമ്മൾ മാറ്റിയെടുക്കണം. ജലദോഷവും അല്ലെങ്കിൽ പനിയും മറ്റ് രോഗങ്ങളും മെഡിക്കൽ പ്രശ്നങ്ങളും ഉള്ളതുപോലെ തന്നെയാണ് മനസ്സിനെ ബാധിക്കുന്ന ചെറുതും വലുതുമായ രോഗാവസ്ഥകൾ എന്നുള്ള തിരിച്ചറിവ് സമൂഹത്തിന് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ സ്റ്റിഗ്മ നമ്മൾ മറികടക്കണം. പിന്നെ മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ മരുന്നുകൾ കഴിക്കുന്നത്, ഇക്കാര്യത്തിലും സൈക്യാട്രിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം നിശ്ചിത അളവിലുള്ള മരുന്ന് നിശ്ചിത ഡോസിൽ നിശ്ചിത കാലം പറയുന്ന രീതിയിൽ തന്നെ കഴിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനൊരു മാറ്റം വരും. ആയിരക്കണക്കിന് ആളുകളാണ് നിത്യേന എന്നോണം നമ്മുടെ സർക്കാരിൻ്റെ ഒപികളിലൊക്കെ വന്ന് രോഗചികിത്സയ്ക്ക് വന്ന് യഥാസമയം ചികിത്സ ചെയ്ത് സാധാരണ ജീവിതം നയിക്കുന്നത്. ഡോക്ടർ വ്യക്തമാണ്, സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ADHD എന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് ഇപ്പോൾ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ സൈക്കാട്രി വിഭാഗം സീനിയർ കൺസൾട്ടന്റും അതുപോലെ തന്നെ ജില്ലാ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസറുമായിട്ടുള്ള ഡോക്ടർ സാഗർ T. തേവലപ്പുറമായിരുന്നു. ഡോക്ടർ നന്ദി. നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.